ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിലിട്ടേക്കുന്ന വീഡിയോ. ഇതാണ് നമ്മുടെ ഗെയിം. നമ്മുടെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാമെന്ന് കരുതി വൈബ്രേറ്റി പിടിച്ച് നമ്മൾ ഇപ്പം മ്യൂസിക്കൊന്ന് ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗെയിം എന്താണെന്നല്ലേ, നമ്മുടെ ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഗെയിമാണ് ഓഫ് റോഡ്. ഞാനൊരു കാർ ലവറാണ്. എൻ്റെ ഒരു ഇഷ്ടപ്രിയതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കളക്ഷൻസാണ് ഇതൊക്കെ. നമ്മുടെ ഡിഫൻഡറുണ്ട്, ജീപ്പിൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ഈ വണ്ടി ഏതാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. പിന്നെ വേറൊരു കുഞ്ഞു വണ്ടിയുണ്ട്, ഇത് എനിക്ക് പിടിയിട്ടിട്ടില്ല. പക്ഷെ നമ്മളെല്ലാത്തിനും സൈഡിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു? കണ്ടോ, മഞ്ഞ കളറിൽ സ്റ്റാർ കൊടുത്താണ്. അതൊരു ടയറാണ്. നമ്മുടെ വണ്ടിയുടെ തന്നെ ഒരു ടയർ കസ്റ്റം പീസ് ചെയ്തിട്ടാണ്. നമുക്കപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർക്കുമ്പോൾ നാളെ ആവുമെന്നൊക്കെ എനിക്കറിയാമെങ്കിലും നമ്മളപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ടിങ്. നമ്മുടെ ഗെയിം സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കമൻറ്റിങ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാറ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ കരുതി ഇപ്പോൾ ശബ്ദമില്ലാത്ത എന്താണെന്ന്, അത് ഞാൻ തന്നെ മാറ്റിയിട്ട ശബ്ദമാണ്. ഇപ്പോൾ ശബ്ദം ഓണാക്കാൻ പോകും കേട്ടോ. പക്ഷേ ഞാൻ എടുക്കാൻ പോയില്ലേ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഗോ കൊടുത്തു. ഇനി നമുക്ക് പോയി കളയണം. നമുക്ക് പവറാവണ്ടേ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഒന്ന് ചെയ്തേക്ക്. 320 രൂപ. അയ്യോ, ശബ്ദം നമ്മൾ ഓഫാക്കും. അപ്പോൾ ശബ്ദം വേണ്ട, നമ്മൾ ഓഫാക്കി. പക്ഷേ ഇപ്പോൾ ശബ്ദം വേണില്ലല്ലോ. ഞാനിത് വോയിസ് റെക്കോർഡ് കാണിച്ചാണ് വരുന്നത്. വീണ്ടും കാർ വരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ കളിക്കുന്നത് കളിച്ച് ഭ്രാന്താവും. അതൊക്കെയാണ് ഒരു സീനുള്ളത്. ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗെയിമിൻ്റെ ഈ വണ്ടികളാണ്. ശരിക്കും ഈ വണ്ടിയുണ്ട്. ഇത് ഷെവർലെറ്റിൻ്റെ വണ്ടിയാണ്. ഇത് നമ്മുടെ അവിടെ ഒരു വയലറ്റ് സംഭവം കണ്ടോ, അതെന്തായാലും നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ എടുക്കണം. പിന്നെ ഇത് ഒരിക്കലും 3 വയസ്സിൽ താഴെയുള്ള പിള്ളേരുടെ കയ്യിൽ കൊടുക്കരുത്. ഈ ഫോണൊന്നും 8 വയസ്സിൽ താഴെയുള്ളവരെ ഗെയിം കളിപ്പിക്കരുത്. അന്ന് വെച്ച് 8 വയസ്സിൽ കഴിഞ്ഞ് ഗെയിം കളിപ്പിക്കുന്നതല്ല, ഇത് നെറ്റ്വർക്കിന് കുഴപ്പമില്ല കേട്ടോ. 8 വയസ്സിൽ മുകളിലുള്ളവരെയും ഗെയിം കളിപ്പിക്കണമെന്നല്ല, അത് കളിപ്പിക്കരുതെന്ന് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മാതാപിതാക്കൾ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് ഒന്ന് പവറാവണം. അയ്യോ, അത് പോയോ. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. ഈ ഒരു ഗെയിം എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റാണ്. എൻ്റെ മുത്താണ്, എൻ്റെ ചക്കരയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചതിൽ വെച്ച് ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഗെയിം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഈ ഗെയിം ഞാൻ പ്ലേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കളിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇത് കമ്പ്യൂട്ടർ ഗെയിമല്ല, ഇത് ഫോണിൽ കയറ്റാൻ പറ്റുന്ന ഗെയിമാണ്. ഇത് പറയരുതെന്ന് എനിക്കറിയാം, പക്ഷെ പറഞ്ഞു പോകേണ്ടി വരും. നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് തട്ടുവാട്ടോ, കയറ്റണമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു കയറ്റാൻ പറ്റിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട് വന്നു കയറ്റിക്കേണ്ട. നമ്മുടെ ഫ്രണ്ട് നമ്മളെ തള്ളി കയറ്റുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് എന്തായാലും നമ്മളെ തള്ളിക്കിട്ട്, എനിക്കറിയാം എൻ്റെ ഫ്രണ്ടിന് നല്ലൊരു കൂട്ടുകാരനാണ്. ഇതിനൊക്കെ മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിം ഞാൻ കുറേ വട്ടം കളിച്ചിട്ടുള്ള ഗെയിമും കൂടിയാണ്. ഈ ഗെയിം എൻ്റെ ഫേവറേറ്റ് ഗെയിം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഗെയിം ഇതാണ്. അപ്പോൾ അയ്യോ, വെള്ളത്തിൽ പോയി. വെള്ളം അറിഞ്ഞ് അടിയതല്ല, അറിയാണ്ടി അടിയതാണ്. നമ്മളപ്പോൾ എന്താ പറഞ്ഞിട്ട് നമ്മൾ ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കുന്നവരൊക്കെയാണ് ഞാൻ.
ആദ്യമായിട്ട് കളിച്ച് കയറ്റും ഡിലീറ്റും ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു ഗെയിമാണ്. നമ്മൾ കുറേ വട്ടം കളിച്ചിട്ടുള്ള ഗെയിമാണ്. കുറേ വട്ടം കളിച്ചെങ്കിലും ഇതൊക്കെ എനിക്ക് നേരം പോക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. അയ്യോ, ഇത്രയൊക്കെ വേണ്ടായിരുന്നു. ഇവിടെ നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബ്സ് അവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ തുടരുകയാണ്. ഓമ്പാ റെഡി ആയിക്കോ അതിൽ. ആഹാ ഓമ്പി, നമുക്കിപ്പോൾ അലോയ് വീല് സ്റ്റീൽ വീൽ കിട്ടും. സ്റ്റീൽ വീൽ, ആഹാ എന്തൊരു മനസ്സുഖം. നമുക്ക് പെട്ടിയിട്ട് കഴിഞ്ഞു. നമ്മൾ എടുക്കുന്നു, നമ്മൾ പോകുന്നു, നമ്മൾ വട്ടിട്ട് കറക്കുന്നു, പൊക്കുന്നു, എല്ലാം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോകണം. ഈ ബ്രിഡ്ജ് നമ്മൾ ബോംബ് വെച്ച് തകർക്കാൻ പോയിട്ടുണ്ട്. ഗെയിം കൂടിയാണ്. പക്ഷെ എന്താ പറയുക, ഈ ഗെയിമിൽ ഒരിക്കലും നമുക്ക് നിർഭാഗ്യവശാൽ ഈ ഗെയിമിൽ നമുക്ക് ബ്രിഡ്ജ് ഒന്നും തകർക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തം കൈകൊണ്ട് പണിഞ്ഞിട്ടെടുത്ത ഒരു ബ്രിഡ്ജാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തടിയും മരവും ഇരുമ്പ് കമ്പിയും കട്ടയെല്ലാം കൊടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു ബ്രിഡ്ജാണ് ഗൈസ്. കഷ്ടപ്പെട്ടാണ് ഇത്രയും കളിച്ചുണ്ടാക്കിയത്. അപ്പം നമുക്ക് ഈ കമൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഗെയിം തീർന്ന പോലെ തോന്നും. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഗെയിം കമൻറ്റ് ചെയ്യുക. നമുക്കിത് ഇടിച്ചില്ല എന്ന് പറഞ്ഞാൽ കയറിപ്പോയെ. നിങ്ങളപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. നമുക്കിത് പവറാവണ്ടേ. അപ്പം നമുക്ക് ഈ കിണ്ണകാച്ചി അടിയിൽ പറപ്പിക്കണം. നമുക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സ് വേണം. നിങ്ങളെൻ്റെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ കളിച്ചു വരുന്ന ഒരു ഗെയിമാണ് ഈ ഓഫ് റോഡ് അഡ്വഞ്ചർ. ലോക പ്രശസ്തമായ ഗെയിം കൂടിയാണ് ഓഫ് റോഡ് അഡ്വഞ്ചർ. അതുകൊണ്ട് നിങ്ങളെന്തായാലും കളിച്ചു നോക്കേണ്ട ഒരു ഗെയിമാണ്. കളിക്കണം നിർബന്ധിക്കില്ല കേട്ടോ. കളിച്ചു നോക്കണം, നിർബന്ധിക്കുമല്ല. നിങ്ങൾ കളിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രത്യേകതമായി നല്ലൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗെയിം കളിക്കണമെന്ന് നല്ലതല്ല. ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ കളിക്കരുത്, കാണുക ചെയ്യണേ. ഇപ്പം നിങ്ങളെ കരുതും ഞാൻ പറയണ ഒരു പൊട്ടത്തരമാണ്, ഞങ്ങൾക്ക് ഗെയിം കളിച്ചു പറഞ്ഞു ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്ന്. അയ്യവ, നമ്മളൊരുത്തം വന്നിടിച്ചു. ഞാൻ പറയുന്നത് നേരെ നോക്കി വണ്ടി ഓടിക്കണം. നമ്മുടെ വണ്ടിയുടെ എല്ലാ പാർട്സും പോയി. ഓഹോ, അവൻ നമ്മളെ തെറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് ഇച്ചിരി നേരം കാണാനുള്ള ഗെയിമും കൂടിയാണ്. കണ്ടാൽ മാത്രം മതി. നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗെയിം. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുക. പക്ഷേ ഇത് കയറ്റി വലിയ അപകടങ്ങളൊന്നും വരുത്തി വെച്ചില്ല. ഓഫ് റോഡ് അഡ്വഞ്ചർ ഇതിന് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ ഈ നിങ്ങൾ കാണുക, കളിക്കരുത്. കണ്ട് രസിക്കാൻ മാത്രം വരുന്നൊരു ഗെയിമാണിത്. അപ്പോൾ നിങ്ങൾ കളിക്കരുത്, കാണാൻ മാത്രം എൻജോയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ മടുതി വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ്. പക്ഷെ വെള്ളത്തിൽ ചാടില്ല. നമ്മളൊരിക്കലും വെള്ളത്തിലെടുത്ത് ചാടും. വണ്ടിയിൽ കഴുകാൻ വേണ്ടിയതാണ്. എന്തായാലും നമ്മൾ ആ ബ്രിഡ്ജ് കിടന്നിരിക്കും. അല്ലെ എൻ്റെ പേര് പട്ടിക്കിടും. കണ്ടോ കണ്ടോ ഞാൻ തന്നെ ബ്രിഡ്ജ് കിടന്നിട്ട് ഞാൻ പറയാം, ഞാൻ കിടന്നിരുന്നില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിടുന്നു. പക്ഷെ നിങ്ങൾ ഈ ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ തലയ്ക്കാണ് കണ്ണിനാണോ പ്രശ്നമെന്നല്ലേ, രണ്ടിനും പ്രശ്നമുണ്ടാകും. അപ്പം ഞാൻ പറയുന്നത് ഈ ഗെയിം എത്രത്തോളം നീണ്ടുപോയാലും നിങ്ങൾ കളിക്കരുത്. അതാണ് എൻ്റെ ഒരു സഹായം. അപ്പം നമുക്ക് വീഡിയോ ഇത്രയൊക്കെ പോരെ ഗൈസ്. നമുക്ക് ഇനി വീഡിയോ വെക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഏത് കാറാണ് വെച്ച് കളിക്കേണ്ടതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തേക്ക്.
ആ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏത് കാറിനാണോ ഹൈലക്സ്, മോൺസ്റ്റർ ബസ്, ഡിഫൻഡർ, പിന്നെ ജീപ്പ്, പിന്നെ ഈ ഷവർലെറ്റ് അങ്ങനെയുള്ള പല വണ്ടികളുണ്ടാവും. അതൊക്കെ വെച്ച് കളിക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 വണ്ടികളിൽ ഏതെങ്കിലും ഒരു വണ്ടി പറയണം. അപ്പോൾ നമുക്ക് നല്ല കുറച്ച് വണ്ടികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടിയുടെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് ഗൈസ്. നമുക്ക് ഈ വീഡിയോയിൽ കമൻറ്റും ലൈക്കും, പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നു ഡിഫൻഡർ ഓഫ് റോഡ് അഡ്വഞ്ചർ കളിക്കുമ്പോൾ നിങ്ങൾ കളിക്കരുത്. ഓഫ് റോഡ് അഡ്വഞ്ചർക്ക് ഉത്തരവാദിയല്ലായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. സീ യു ഗൈസ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവരെ നന്ദി.